ഷാലോസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദാൽ കിച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പ് സൈസിൽ ദാലും പയറും എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ബസ്മതി റൈസ് കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ചിക്കനും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബേ ലീഫും ഗ്രാമ്പു പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മാറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ച ബസ്മതി റൈസും ദാലും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ദാലിന് ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാൽ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.